എന്നെ ഇൻട്രസ്റ്റ് ജയിപ്പിച്ചത് അർജുൻ അശോകന്റെ അമ്മയായിട്ട് അഭിനയിക്കാൻ വിളിക്കുന്നത്. അർജുൻ ചേട്ടൻ എന്താണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ചത്? പുള്ളിയാണ് നായകൻ. നായകൻ്റെ അടുത്ത് ചോദിച്ച് പഠിച്ച് പറഞ്ഞിട്ടുണ്ട്, കോല് കിട്ടുമെന്നറിയില്ല. യുവർ ലൈന് ഐ ഗിവ് മിസ്റ്റേക്ക് റോങ് ഗിവ് ന്യൂ നൗ എന്ന് എനിക്ക് ഇതിന്റെ ഭൂമിയൊക്കെ ഇങ്ങനെ തുറന്നു ഞാൻ അതിനകത്തോട്ട് ഇറങ്ങി. ഞാനിരിക്കുന്ന സീറ്റിൽ കുറെ വർഷമൊക്കെ ഇരുന്നിട്ടുള്ള ആൾക്കാണല്ലോ, അപ്പോൾ ആ സീറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കുള്ള ഒരു വ്യത്യാസം ചെറിയ മാറ്റമുണ്ട്. കാരണം വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ? ഒളിച്ചോട്ടോ, ഭാര്യനെ പൊക്കിക്കൊണ്ടുപോകും. വേറെ ആരുമല്ല. ഹലോ, കണ്ണൊക്കെ നിറഞ്ഞ് കുറച്ച് വിഷമത്തിലാണല്ലോ. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. വി ഹാവ് മാല പാർവതി, അർജുൻ അശോകൻ, അൽതാഫ് സലീം. സോ മൂന്ന് പേർക്കും വെൽക്കം. താങ്ക് യു. നിങ്ങൾ മൂന്നുപേരും സിനിമയ്ക്ക് മുമ്പും ആദ്യമായിട്ട് പരിചയപ്പെടുന്ന എപ്പോഴായിരുന്നു? സൗഹൃദങ്ങൾ പ്രായം ഈ ഓർമ്മയിട്ടുള്ള ചേച്ചിനായിട്ട് പ്രായം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഈ സെറ്റിൽ തന്നെയാണ് അല്ലേ? നമ്മൾ ആദ്യമായിട്ട് കാണും, നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ഫസ്റ്റ് പടം ഒരുമിച്ച് അഭിനയിക്കണ ആദ്യത്തെ പടം. സോ എന്തായിരുന്നു നിങ്ങളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ച അൻപോട് കൺമണി? അല്ല, ഞങ്ങള് വേറൊരു പടം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ എന്താണ് അൻപണി സോറി എന്താണ് അൻപോട് കൺമണിയിൽ നിങ്ങൾ എക്സൈറ്റ് ചെയ്യിച്ച ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ? എന്നെ ഇൻട്രസ്റ്റ് ജയിപ്പിച്ചത് അർജുൻ അശോകന്റെ അമ്മയായിട്ട് അഭിനയിക്കാൻ വിളിക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ജൂണിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വേറെ 1-2 പടങ്ങളിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും നടന്നില്ല, പലപ്പോഴും ഡേറ്റ് ഇല്ല, അത് ഇതെന്ന് പറഞ്ഞ് വർക്കായില്ല പരിപാടി. അപ്പോൾ ഇതിന് വിളിച്ചപ്പോൾ അർജുൻ്റെ അമ്മയാണ്, ഇതെന്തായാലും ഞാനുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ തീരുമാനിച്ച അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറേ നാൾ മുമ്പ് പറഞ്ഞ പ്രോജക്റ്റാണ്, പിന്നെ അത് കുറച്ച് നീങ്ങിപ്പോയി. അതിന് എപ്പോഴായാലും അത് ചെയ്യാം എന്നുള്ളൊരു പരിപാടിയായിരുന്നു. ഹാപ്പി സീനായിരുന്നു സിനിമ, ഭയങ്കര രസമായിരുന്നു. ഞാൻ നല്ല നല്ല വൈബ്, ആക്ടേഴ്സ് എല്ലാവരും ഭയങ്കര നല്ല. ഇപ്പം മൃദുലായാലും അൽത്താഫായാലും നവാസ് വിളിക്കുന്ന പിന്നെ അനക്ക, കൂടുതലും ഞങ്ങൾ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ സെറ്റായിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഭയങ്കര ആറ്റിറ്റ്യൂഡ് പരിപാടിയുള്ള ആരും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഓട്ടം കൊള്ളാന്നുള്ളൂ നവാസ്ക്ക്. ഞാൻ നവാസിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ ഭയങ്കര ഫാനാ, ആദ്യമായിട്ട് കാണുന്ന നവാസ്. ഭയങ്കര, ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് പുള്ളി അടുത്ത്, ഞാൻ ഭയങ്കര ഫാനാണ്, ഗംഭീര നടനാണെന്നൊക്കെ പറഞ്ഞ പുള്ളി ഓടിക്കളഞ്ഞേ. പുള്ളി ഓരോ മറ്റേ സത്യമല്ല, ലിറ്ററലി കാണുന്ന കേട്ടിട്ട് ഒറ്റോട്ടം. ചേച്ചി എന്താന്ന് പറഞ്ഞ തെറ്റിപ്പോ ചേച്ചി പുറകെ ഓടി. പുള്ളി ഭയങ്കര സ്പീഡിൽ ഓടി. ഞാൻ ഇത് എന്ത് പരിപാടി അങ്ങനെ. അപ്പൊ ഇപ്പോഴും എന്നെ കാണുമ്പോൾ എനിക്ക് പേടിയാന്നൊക്കെ. ഞാൻ അയ്യോ ഇപ്പൊ കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഓടുവോ ഇല്ലാന്ന്. പിന്നെ അൽത്താഫ് നമ്മള് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നല്ലേ? ഇല്ല, അഭിനയിച്ചിട്ടില്ല. കണ്ടിട്ടുണ്ട്. 1-2 സ്ഥലത്ത് വെച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അഭിനയിച്ചിട്ടില്ല. അർജുൻ ചേട്ടൻ എന്താണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ചത്? ഇതില് പുള്ളിയാണ് നായകൻ. നായകൻ. ഞാൻ പെട്ടെന്ന് എന്താണ് ഇതൊരു മറ്റേ ഭയങ്കര ഒരു ബേസിക്കലി എല്ലാ കുടുംബത്തിലും നടക്കാൻ ചാൻസ് ഉണ്ടാവുന്ന ഒരു സബ്ജക്റ്റാണ്. കുറെ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. പിന്നെ ലിജു ചേട്ടന്റെ 2ാമത്തെ ഡയറക്ഷനാണ് കവി ഉദ്ദേശിച്ചതിന് ശേഷം. പിന്നെ മൃദുലേട്ടനാണ് ഈ സബ്ജക്റ്റിന്റെ അടുത്ത് കൊണ്ടുവന്നെ. അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക്കലി കഥയും കൂടി ഇഷ്ടപ്പെട്ടു. പിന്നെ റിയൽ ലൈഫാന്ന് കൂടി പറഞ്ഞപ്പോ സ്വാഭാവികമായി കുറച്ചൊരു ചായ വേണ്ട, ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണ്ടല്ലോ നമുക്ക്. അപ്പൊ അങ്ങനെയും കൂടി കേട്ട് പിന്നെ മൊത്തം പരിപാടി ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്ത് ചെയ്യാത്ത ടൈപ്പ് ഒരു ക്യാരക്ടർ. അമ്മയുടെയും ഭാര്യയുടെയും നടുക്കിടന്ന് പെടുന്ന ഒരു ഹസ്ബൻഡിന്റെ ഒരു പരിപാടിയായിട്ട് ആസ് എ ക്യാരക്ടർ എനിക്ക് വർക്കായിരുന്നു. നടന്ന കഥയാന്നറിയാമല്ലോ, ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി. റൈറ്ററിന് തന്നെ അനുഭവിച്ചിട്ടുള്ള ഓരോ കാര്യവും അറിയാം. എന്താണ് എക്സൈറ്റ് ചെയ്യിച്ചത് ഡയറക്ഷൻ തിരക്കുകളുടെ ഇടയിലും? ഇല്ല, അപ്പൊ ഡയറക്ഷൻ തുടങ്ങിയിട്ടില്ല, നമ്മൾ പടം ചെയ്യുന്ന ഡയറക്ഷൻ തുടങ്ങിയിട്ടില്ല. ഞാൻ ഈ അങ്ങോട്ടുള്ള ക്യാരക്ടർ ഒന്നും ചെയ്തിട്ടില്ല. തലശ്ശേരി, നമ്മൾ തലശ്ശേരി അല്ലേ, ആ ടെറൈനൊന്നും
അങ്ങനത്തെ സ്ലാങ് ഒന്നും പിടിച്ചിട്ടില്ല. അപ്പം ഞാൻ ഓർത്ത് അർജുൻ പിടിക്കില്ലായിരിക്കും എന്ന് ഓർത്തിട്ടാണ് ഞാൻ കമന്റ് ചെയ്തത്. നോക്കുമ്പോൾ എല്ലാവരും തലശ്ശേരി പറയും. മറ്റേ തൊട്ടുമ്പത്തെ ലൊക്കേഷനിൽ ഞാൻ ഫുൾ പ്രോംപ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഞാനിരുന്ന് കുത്തിരുന്ന് പഠിക്കായിരുന്നു. ഇവിടുന്ന് പോകുമ്പോഴും മിക്ക ഡയലോഗ് മറ്റേത് ഇത് ചെയ്യണമല്ലോ, മറ്റേത് നമ്മൾ വായി തോന്നി ഇംപ്രൈസ് ചെയ്തൊക്കെ പോവാം. ഇതത് പറ്റില്ല. സ്ലാങ് പഠിച്ചു ശരിക്കും? പഠിച്ച് ഒരു പുള്ളി ഉണ്ടായിരുന്നു മറ്റേ റൈറ്ററിന്റെ അടുത്ത് ചോദിച്ച് ഇത് പഠിച്ച് പറഞ്ഞിട്ടുണ്ട്. കോല് കിട്ടുമെന്ന് അറിയില്ല. റൈറ്ററിന്റെ റിയൽ ലൈഫ് സ്റ്റോറി ഈ ലാംഗ്വേജസിന്റെ കാര്യം പറയുമ്പോൾ ഈ തെലുങ്കിൽ പോയപ്പോൾ അതിൽ മലയാളം ഡയലോഗ് ആക്കിയിട്ട് തെലുങ്ക് മലയാളത്തിൽ എഴുതി പഠിച്ചിട്ടാണല്ലോ സെറ്റിലേക്ക് പോയിരുന്നത്. എന്നിട്ട് ഈ ഡയറക്ടർ സ്പോട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും ഇംപ്രൂവൈസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര പേടിയായിരുന്നു എന്നുള്ള കേട്ടിട്ടുണ്ട്. തക് ജഗദീഷിന് പോയപ്പോൾ അങ്ങനെയല്ല അത് സംഭവിച്ചത്. എനിക്ക് ആദ്യത്തെ ദിവസം ഞാൻ അവിടെ അഭിനയിക്കാൻ ചെന്നപ്പോൾ എനിക്ക് നമുക്ക് തെലുങ്ക്, ഇംഗ്ലീഷ്, ഈ തമിഴിലൊക്കെ ടംഗ്ലീഷ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഭാഷ തരുമല്ലോ. ടംഗ്ലീഷ് ആണെങ്കിൽ തമിഴ് നമുക്ക് വായിക്കാൻ അറിയാം, തെലുങ്ക് നമുക്ക് പ്രൊനൗൺസിയേഷൻ അറിയില്ല. അപ്പോൾ ഇത് വോയിസ് നോട്ടായിട്ടൊക്കെ അയച്ചു തന്നിട്ട് രാത്രി ഞാൻ ചെന്നിട്ടൊന്ന് പളനി വെച്ചായിരുന്നു ഷൂട്ട്. അപ്പോൾ ഒരു 8:30 രാത്രി ചെന്ന് 10 മണിയായപ്പോഴേ എനിക്ക് ഒരു ലൈൻസ് വന്നത്. വോയിസ് നോട്ട് കേട്ട് കുറേ വോയിസ് നോട്ട്. അപ്പോൾ അത് കേട്ട് നമ്മൾ മലയാളം എഴുതി ഒരു പേപ്പറിലോട്ട് എഴുതിയെടുത്ത് അത് കാണാതെ പഠിച്ചപ്പോൾ ആ വീരേന്ദ്ര കൂടെ നാനു ചെനുപ്പയിനെപ്പോഴും ചുരുട്ടാനതി വെച്ചതിന് ഞാൻ അന്തമഞ്ചി ചെരുകത്താനി നാന കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വലിയ ഡയലോഗ്. ഇപ്പം ഇത് രാത്രി മുഴുവൻ ഉറക്കത്തിൽ നിന്നൊക്കെ എൻ്റെ കരഞ്ഞിട്ടൊക്കെ പിന്നെ പഠിച്ചിട്ട് പിന്നെ എനിക്ക് 2 മണിയൊക്കെ കണ്ണിന്ന് ഇങ്ങനെ ഒഴുകുക വെള്ളം. കാരണം എനിക്കിത് പറ്റുന്നില്ല. ഇത് അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ 4:30 ആയപ്പോൾ പഠിച്ച് ഞാൻ 1 മണിക്കൂർ ഉറങ്ങിയിട്ട് 6-7 മണിക്ക് സെറ്റിൽ പോയി മേക്കപ്പ് ഒക്കെ ഇട്ടപ്പോൾ ഫുൾ ആർട്ടിസ്റ്റ് കോമ്പിനേഷനാണ്. നാനി തുടങ്ങി എല്ലാ ആൾക്കാരും ഉണ്ട്. രോഹിണി മാം ഉണ്ട്, ദേവദർശിനി ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, നരേന്ദ്രകാരും എല്ലാവരും ഉണ്ട്, ജഗപതി ബാബുകാരും എല്ലാവരും ഉണ്ട്. എല്ലാ ആൾക്കാരും എല്ലാവരും ഉള്ള ഒരു സെറ്റിൽ നമ്മളങ്ങനെ ചെന്ന് നിന്നിട്ട് പറയാനൊക്കെ റെഡിയായി. ഒന്നും കൂടെ ലൈൻ ഇടയ്ക്ക് നോക്കുന്നു, പ്രാംപ്റ്റ് ചെയ്യുന്നു, ഒക്കെ റെഡി എന്ന് പറഞ്ഞ് നിന്നപ്പോൾ ഭൂഷൺ എന്നാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ. മലകരു യുവർ ലൈന് ഐ ഗിവ് എ മിസ്റ്റേക്ക് റോങ് ഗിവ് ന്യൂ നൗ എന്ന്. എനിക്ക് എൻ്റെ ഭൂമിയൊക്കെ ഇങ്ങനെ തുറന്നു. ഞാൻ അതിനകത്തോട്ട് ഇറങ്ങി, ഞാൻ പോവാ, ഞാൻ കഴിഞ്ഞു, എൻ്റെ ജീവിതം തീർന്നു, ഞാനില്ല, എനിക്കിനി പറ്റില്ല, എനിക്ക് പ്രോംപ്റ്റ് കേട്ട് പറയാനും അറിയത്തില്ല. ഞാൻ ഓൾമോസ്റ്റ് ടിയേഴ്സിലായി. ഞാൻ പറഞ്ഞ എനിക്ക് സംസാരമൊന്നും വരുന്നില്ല, ശബ്ദമൊന്നും വരുന്നില്ല, എല്ലാം സ്റ്റാൻഡ് സ്റ്റില്ലായിപ്പോയി. ബാക്കിയൊക്കെ അനങ്ങുന്നത് ഞാനിങ്ങനെ ചത്തുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വർക്കിംഗ് അല്ല, നിങ്ങൾ വേറെ ആരെങ്കിലും വയ്ക്കും, ഞാൻ പോവാന്നൊക്കെ പറഞ്ഞു. അപ്പം അല്ല പറ്റില്ല, 112 പേജുള്ള സാധനം കൊണ്ട് നമ്മൾ എന്ത് പറയാൻ, എങ്ങനെയാന്ന് പറയുന്നത്. അപ്പം നമ്മൾ കേട്ടിട്ട് പോലുമല്ല. ഇപ്പാണെങ്കിൽ കുഴപ്പമില്ല, തെലുങ്ക് കേട്ടിട്ടുണ്ട്. മറ്റേത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വാക്ക്, അല്ലെങ്കിൽ ഇപ്പം പണ്ടിക്ക് തകിടിന്തേ ഭോജനം മത്തിലേച്ചു വെള്ളിപ്പോത്താട് ഒരു ലൈനാണ്. അപ്പം പണ്ടിക്ക് തകിടിന്തേ പല്ലിലും അടവയെ കൊണ്ടാ ചുടു, പണ്ടിക്ക് തകിടുന്നതേ ഭോജനം മധ്യയിലേച്ചു വെള്ളിപ്പത്തോടെ. ഇത് പഠിച്ച് കൊല്ലില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ പഠിച്ചു വന്ന് നിൽക്കുമല്ലേ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ആ ജഗതിന്നും കൂടെ ഇടയ്ക്ക് ചേർക്കാൻ പേരും കൂടെ. അപ്പൊ പല്ലേലു എന്ന് വെച്ചാൽ ഈ കപ്പലണ്ടി വളരെ നൈസായിട്ട് ചൂടു, അത് കുറച്ച് കരിഞ്ഞു പോയാൽ ജഗതി, അതായത് ജഗദീഷിന്റെ ക്യാരക്ടർ ജഗതി ഭോജനം പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് വെളിയിൽ പോയി കളയുന്നതാണ് വരി. അപ്പൊ ഭോജനം മധ്യയിലേച്ചു വെള്ളിപ്പോത്താട് ഒരു വരി പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പണ്ടിക്ക് തകിടി നിന്ന് വരുന്നേ ഇല്ല. അത് പടകൂടോ അത് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിൽ പഠിച്ചിങ്ങനെ ചെന്ന് നിന്നപ്പോൾ ജഗതി ഇന്നും കൂടെ ആഡ് ചെയ്യാൻ തീർത്ത് എൻ്റെ കാറ്റ്. അങ്ങനെ കൺഫ്യൂഷനുള്ള സമയത്ത് പുതിയ ലൈൻസ് ആണെന്ന് ഫസ്റ്റ് ഡേ ആണ്. ഞാൻ പറഞ്ഞു ഞാൻ പോവാതെ. അപ്പം ഞാനീ വന്ന് പറഞ്ഞു, വാട്ട് മാം, വി ആർ ഓൾ ലൈക്ക് യുവർ ചിൽഡ്രൻ മാം, വാട്ട് ഇസ് ദിസ് മാം, വാട്ട് യു വാണ്ട് ഇതൊക്കെ. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് സമയം തന്നാൽ ഞാൻ ശ്രമിക്കാം. എത്ര സമയം വേണം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്കൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ തരുമോ, ഞാൻ ശ്രമിക്കാം, ഒരാളെയും തരണം. അപ്പോൾ പറഞ്ഞു വിൽ ഗിവ് യു 3 hours. ഇനിയിപ്പോൾ ഇത് ഷൂട്ട് ചെയ്തിട്ട് നടന്നില്ലെങ്കിൽ നാളെ എടുക്കാം എന്ന് പറഞ്ഞ്, നാളെയല്ല നമുക്ക് ഇനി ഒരു ദിവസം എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു ധൈര്യം വന്ന് പോയിരുന്ന് പഠിച്ച് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത സാധനമാണ് പിന്നെ ടീച്ചറായിട്ടൊക്കെ പോയത്. കരഞ്ഞു പോയി മോനെ. മലയാള സിനിമയിൽ കുറെ ഉണ്ട്. 4 മണിക്കൂർ കിട്ടിയിട്ടു മലയാളം കിട്ടിയിട്ടില്ല. ഏത് സിനിമയിലായിരുന്നു? ചുമ്മാ പറയുന്ന അർജുൻ ഭയങ്കര സ്പീഡിൽ പഠിക്കില്ല. ഇപ്പൊ കഴിഞ്ഞ പടത്തില് ഒരു ചെറിയ പരിപാടിയാണ്, അത് പറഞ്ഞിട്ടും ചെയ്യില്ല. ലാസ്റ്റ് മറ്റേ സീൻ അടിച്ച് ഡബ്ബി പിടിക്കാൻ
താങ്കൾക്ക് അങ്ങനത്തെ സംഭവം ഉണ്ടോ? ഇല്ല, എനിക്ക് ഇപ്പോഴാണ് ഡയലോഗ് കിട്ടി തുടങ്ങിയത്. 2 മാസമായിട്ടുള്ളൂ. അല്ല ഇപ്പൊ ഈ ശരിക്കും പറയല്ലോ, ഇപ്പൊ ഞണ്ടുകളൊക്കെ ചെയ്യുമ്പോഴും ഓരോ സിനിമകളും ഓരോ ട്രാവലൊക്കെ ആണല്ലോ. ഈ അഭിനയിക്കാൻ പോകുമ്പോഴത്തേക്കും പഠിക്കുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ വന്ന് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ആയി മാറാറുണ്ടോ? ഇല്ല, എനിക്കിതൊന്നുമില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്, ഞാൻ അതന്നെ ഫോളോ ചെയ്യുള്ളൂ. പിന്നെ ചില സാധനങ്ങൾ, അതായത് എക്സ്റ്റേണൽ കാര്യങ്ങളുണ്ട്, ആർട്ടിസ്റ്റിനെ എപ്പോൾ വിളിക്കണം, എപ്പോൾ ഇത് ചെയ്യണം, അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ, അവരെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുക എന്നുള്ള പരിപാടി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വെറുതെ കൊണ്ടുവന്ന് പോസ്റ്റാക്കി അവിടെ ഇരുത്തരുത് എന്നൊക്കെയുള്ള അങ്ങനത്തേക്കുള്ള, അല്ല ഫിലിം മേക്കിംഗ് വൈസ് അങ്ങനത്തെ ഒന്നും ഇല്ല. ഈ ശരിക്കും പറയല്ലേ, ഇപ്പോൾ അർജുനേട്ടൻ ഇപ്പോൾ വരുന്ന സിനിമകളിൽ ഭയങ്കരമായിട്ട് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വില്ലൻ കൈൻഡ് ഓഫ് പരിപാടികൾ വരാറുണ്ട്. ഇപ്പോൾ വരത്തനിൽ ചെയ്ത പോലെ, അല്ലെങ്കിൽ അജഗജാന്തരം പോലെ, അത് കുറച്ചുകൂടെ ഗ്രേ ഷെയ്ഡിലായിരുന്നല്ലോ. അത് വരുമ്പോഴത്തേക്കും കോൺഷ്യസ് ആയിട്ട് അത് എടുത്ത് ചെയ്യാമെന്നുള്ള തീരുമാനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ വന്നിട്ട് കുറച്ചായി. ലാസ്റ്റ് വന്നത് അജഗജാന്തരമാണ്, അതിനുശേഷം ഗ്രേ ഷെയ്ഡ് ഒന്നും വന്നിട്ടില്ല. ഇതില് നല്ലതാണ്, മറ്റേ എന്ന് സ്വന്തം മുന്നിയാളെ രണ്ടിന്റെ നടുക്ക് നിൽക്കുന്നൊരു സാധനമാണ്. അപ്പം ആഗ്രഹമുണ്ട് എനിക്ക്. വില്ലൻ ഭയങ്കര ആഗ്രഹമുള്ളൊരു പരിപാടിയാണ് വില്ലൻ പരിപാടി ചെയ്യാന്നുള്ളത്. ആകെയുള്ള പ്രശ്നം ഫൈറ്റ് ചെയ്യുമ്പോൾ ഫുൾ ഇടി കൊള്ളണം എന്ന് മാത്രമേ ഉള്ളൂ, അതും കഴിക്കാം. അപ്പൊ വില്ലൻ വന്നാൽ ചെയ്യും, എന്തായാലും ചെയ്യും, ചെയ്യാതിരിക്കില്ല. പക്ഷെ വന്നിട്ടില്ല എന്റെ ഇടയിലൊന്നും. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ് കൂടുതലും. എന്താ ശരിക്കും ഏറ്റവും കൂടുതൽ ഇപ്പൊ എക്സൈറ്റ് ചെയ്യുക നറേഷനിലൊക്കെ? വൺ ലൈൻ ആണോ അതിൽ ഇങ്ങനെ? ഇല്ല, മൊത്തം കഥ കേൾക്കുമ്പോ അത് രസം ഉണ്ടാകുന്ന തന്നെ നോക്കുന്ന പരിപാടി. പിന്നെ ആ ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണോ, അത് രണ്ടും ബേസിക്കലി മേജർലി നോക്കണം. ഈ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് ഈ സിനിമയെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവ് ഒക്കെ എങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട് ശരിക്കും ആസ് എ പ്രേക്ഷക? അല്ലെങ്കിൽ ഞാനിരിക്കുന്ന സീറ്റിൽ കുറെ വർഷമൊക്കെ ഇരുന്നിട്ടുള്ള ആളൊക്കെയാണല്ലോ, അപ്പോൾ ആ സീറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കുള്ള ഒരു വ്യത്യാസമൊക്കെ എങ്ങനെയാ? നാടകം ചെയ്തിട്ട് വന്നോണ്ട് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സിനിമ. ഞാൻ ഇപ്പോഴും അങ്ങനെ ഭയങ്കര കോൺഫിഡൻ്റ് അല്ല എല്ലാ ആക്ടേഴ്സിൻ്റെ അടുത്ത്. ചിലപ്പോൾ ഞാൻ കുറച്ച് ഈ എല്ലാവരും ഭയങ്കര ബോൾഡാ പറ്റാന്നൊക്കെ പറയുന്നത്, ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഭയങ്കര കുറച്ച് നെർവസൊക്കെ ആവുന്ന വേറെ തരത്തിലുള്ളൊരു ആളാണ്. അപ്പോൾ എനിക്ക് ടീം ഭയങ്കര പ്രധാനമാണ്. എല്ലാ ടീമിലും ഞാൻ ഭയങ്കര രസമായിട്ട് ബ്ലെൻഡ് ചെയ്യും, അങ്ങനെ ഇല്ല. ഞാൻ കുറച്ച് എല്ലാവരോടും പോയി മിണ്ടാനൊക്കെ കുറച്ച് ഇൻട്രവേഷനൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ പരിചയപ്പെട്ട് വരാൻ ചില സെറ്റുകളിൽ നമുക്ക് പറ്റിയില്ലെങ്കിൽ വർക്കിനെയും അത് എന്ന് വെച്ചാൽ അത് അത്ര കംഫർട്ട് സ്പേസ് ആയിരിക്കില്ല, നമ്മൾ പണി ചെയ്ത് തിരിച്ചു പോകും. പക്ഷെ ചില സെറ്റിൽ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നവർ ഭയങ്കര നല്ല പരിപാടിയാകുമ്പോൾ ഹാപ്പി സീനാവും. അതാണ്. അല്ലാതെ എനിക്ക് അത് വലിയ വ്യത്യാസമൊന്നും ഇല്ലെന്ന്, ഇവിടെ പോയാലും ഒന്നൊക്കെ തന്നെ. ഈ മുറയിലെ പോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അതെങ്ങനെയാ പേടി വരുമ്പോഴത്തേക്കും? കുറച്ച് ലുക്കിൽ തന്നെ മുറ എനിക്ക് പേടിയില്ലായിരുന്നു. കാരണം ഞാൻ എനിക്ക് ആ സീൻ എൻ്റെ മൊത്തം എൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ആ സ്ക്രിപ്റ്റ് ഫുൾ നറേറ്റ് ചെയ്തിട്ട് എൻ്റെ ഡയലോഗ്സ് ഉൾപ്പെടെ എനിക്ക് കുറേ നാൾ മുമ്പേ മുസ്തഫ തന്നു. അപ്പം ഞാനത് ഫുൾ അതിൽ വായിച്ച് ഞാൻ അവിടെ ചെല്ലുന്ന ഫസ്റ്റ് ഡേ തൊട്ടേ, അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ തൊട്ടേ, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നത് ഞാൻ ഷൂട്ടിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തൊട്ടേ ഞാൻ കുറച്ച് എൻ്റെ ക്യാരക്ടർ അതായായിരുന്നു. അപ്പോൾ എനിക്കത് അവിടെ അത് നാടകത്തിൻ്റെ ഒരു മൂഡുള്ള ഒരു സെറ്റാണ്. മുസ്തഫയൊക്കെ അങ്ങനെ ഒരു, അപ്പോൾ അതുകൊണ്ട് അത് എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് കയറാൻ പറ്റി. ഈ അൻപോട് കൺമലയിൽ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ നിങ്ങൾ സെറ്റിൽ എന്താണ് പൊതുവെ? നവാസ് പിന്നെ മൃദുലേട്ടനും കൂടെ നിങ്ങൾ മൃദുലേട്ടനാണല്ലോ പൊതുവെ കമ്പനി എങ്ങനെ ഫസ്റ്റ് മീറ്റ്? ഇപ്പൊ ബിടെക് ആണെങ്കിലും പൊതുവെ നിങ്ങൾ തമ്മിലുള്ള റാപ്പ് എങ്ങനെയാ? പൊളിയാണ്. ഇപ്പൊ മൃദുലേട്ടന് ഇപ്പൊ ആരെ ഇപ്പൊ മീറ്റ് ചെയ്താലും ആ മൃദുലേട്ടൻ ഫുൾ പവർഫുൾ ഓൺ മച്ചാൻ തന്നെയാണ്. മൃദുല് ഭയങ്കര ഒരു വൈബ് ഫ്രണ്ടാണ്. എപ്പോഴും എല്ലാവരോടും ഭയങ്കര ജോളിയും. മൃദു വന്നാൽ സെറ്റ് അങ്ങ് മാറും, ഭയങ്കര ലൈറ്റ് ഇട്ട പോലെ ആവും, നല്ല രസമാണ്. സ്വിച്ച് ഓൺ ആണ് പരിപാടി, അടിപൊളിയാണ്. പ്രത്യേകിച്ച് അങ്ങനെ വൈബിനെ പറ്റി പറയാനായിട്ട്. അല്ല സെറ്റിലെ വിശ്രമവേളകൾ എന്താ ചെയ്യാ? വിശ്രമവേളകൾ തരില്ല അവര്. എവിടെ വിശ്രമം? അവര് പടപടാന്ന് അടിച്ചടിച്ചടിച്ച് തീർക്കും. വിശ്രമവേളകളൊന്നും ഇല്ലായിരുന്നു. സിനിമ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് വിശ്രമവേള ആനന്ദകരമാക്കാനൊരു സിനിമ ഇതുവരെ ആരും കഥ പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ അൽതാഫിന് എന്താ റോള് ക്യാരക്ടറെ കുറിച്ച് പറയണെങ്കിൽ? ക്യാരക്ടറിന് റഫീഖ് എന്ന ക്യാരക്ടറാണ്, അതിബുദ്ധിമാനാണ്. അത് ഞാൻ ഇട്ടതാണ്. ഗൾഫിൽ നിന്ന് വരുന്നൊരു കഥാപാത്രമാണ്. അർജുൻ്റെ ഫ്രണ്ടായിട്ടുള്ള നൈബറായിട്ടുള്ളൊരു ക്യാരക്ടറാണ്.
പിന്നെ ചില കഥയുടെ ചില വഴിത്തിരിവുകളിൽ ബുദ്ധിപരമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു കൂട്ടുകാരൻ. ഇതുപോലത്തെ ഫ്രണ്ട് ഇനി മുമ്പ് സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്? സിനിമയിലാ? സിനിമയിൽ ഈ പടം ആദ്യമായിട്ടാണ്. അതല്ല, ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും ഇൻപുട്ടൊക്കെ തരാൻ പറ്റുന്ന ഫ്രണ്ടുകൾ. ഇല്ല, ഞാൻ ഈ പടത്തിൽ മാത്രം അഭിനയിച്ചിട്ടുള്ളൂ. അതാണ് ബുദ്ധിമുട്ട്. അല്ല, റിയൽ ലൈഫിൽ അങ്ങനെ ആരെങ്കിലും? റിയൽ ലൈഫ് നീ സിനിമ എന്ന് പറഞ്ഞ ഞാൻ റിയൽ ലൈഫിൽ കൊറേ പേരുണ്ടാവും. പേര് പറയാൻ പറ്റും? പേര് എങ്ങനെ പറയാ? ഇപ്പൊ അത് കൊറേ സ്കൂൾ ടൈം തൊട്ട് നമുക്ക് ഉണ്ടാവല്ലോ കൊറേ കൂട്ടുകാര്. നീ അങ്ങനെ ചെയ്താൽ മിസ്സിന്റെ അടുത്തോട്ട് ഇങ്ങനെ പറഞ്ഞാൽ സെറ്റ് ആയിക്കോളും. കൺവിൻസിങ് സ്റ്റാർ പോലത്തെ ഐറ്റമാണ്. അവിടെ ചെന്ന് കഴിയുമ്പോ പാളുമ്പോ മനസ്സിലാവും അവൻ പറഞ്ഞ ശരിയല്ലായിരുന്നു എന്നുള്ളത്. അൽത്താവേട്ടൻ അങ്ങനെ ആരാ? അല്ല, എനിക്ക് ബുദ്ധിയുള്ള ഞാൻ തന്നെ മാനേജ് ചെയ്യും. അൽത്താവേട്ടൻ ശരിക്കും ഉണ്ടല്ലോ ഭയങ്കര, അൽത്താവേട്ടൻ്റെ സിനിമകളൊക്കെ ഭയങ്കര ഹ്യൂമറും ക്യാരക്ടറൊക്കെ. പക്ഷെ റിയൽ ലൈഫിൽ അൽത്താവേട്ടൻ സംസാരിക്കുന്നത് ശരിക്കും എനിക്ക് കേൾക്കാൻ പറ്റില്ല. മൈക്കുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ ശരിക്കും റിയൽ ലൈഫിൽ അലറാൻ പറ്റില്ല. അല്ല, അത് ഇതാണ് ഡിഫോൾട്ട് സാധനം, ഇതാണ്, വേറെ ഇല്ല. അല്ല, കോളേജിലൊക്കെ എങ്ങനെയായിരുന്നു? കോളേജിൽ പോവാറില്ല, കോളേജിൽ സംസാരിക്കാറുണ്ടായില്ല. അല്ല, സ്കൂളില് അങ്ങനെയൊക്കെ തന്നെയൊക്കെ ആയിരുന്നു. വീട്ടില് ഇല്ല, മിണ്ടാതിരുന്ന അത്രയും ടീച്ചറിന് സന്തോഷം. അതാണ്. ചേച്ചിക്ക് എങ്ങനെ ഇവരൊക്കെ ആയിട്ടുള്ള റാപ്പ് സെറ്റായോ? ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം. അല്ല, അങ്ങനല്ല, റാപ്പ് എങ്ങനെയായിരുന്നു ചോദിച്ചാ. ഷൂട്ടിന്റെ ഇടയിൽ ഷോട്ടൊക്കെ എടുക്കുമ്പോ നീ കേട്ടല്ല? അല്ല, ഞാനങ്ങനെ അല്ല, ഭയങ്കരമായിട്ട് അധികം ഭയങ്കരമായിട്ട് ഉള്ളിൽ ചിന്തിക്കുന്നവരൊന്നും അധികം സംസാരിക്കില്ല. ഭയങ്കരമായിട്ട് ചിന്തിക്കും. ആരാണ്? അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ലൗഡ്. ഇവരൊന്നും ഒട്ടും ജഡ്ജ്മെന്റിലല്ലാത്ത ആൾക്കാരാണ്. നമ്മളെങ്ങനെ ഇരിക്കുന്നു അവർക്ക്, അവര് നമ്മളെ എങ്ങനെ വെറുതെ വിടും, അവരെയും നമ്മൾ വെറുതെ വിടണം, അത്രേ ഉള്ളൂ. എല്ലാവരും തമ്മിൽ ഒരു രസമുള്ള പരിപാടിയായിരുന്നു. അല്ലാതെ അങ്ങനെ ഇഷ്യൂ അങ്ങനൊന്നും ഇല്ല. ഓരോരുത്തരും അവരവരുടെ സ്പേസിലാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർഫിയർ ചെയ്യുന്നവരല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഒരു പരിപാടിയല്ലേ എന്ന് വെച്ചാൽ, നമ്മളെ നമ്മളായിട്ട് വിടും, അവരായിട്ടിരിക്കും. അവർക്ക് വേണ്ടി നമ്മളൊന്നും മാറേണ്ട ആവശ്യമില്ല. അവരെ കാണുമ്പോൾ അല്ലെ കൂടുതൽ ബഹുമാനം. ഇപ്പോൾ അർജുനൊക്കെ ആണെങ്കിൽ നമ്മളൊരു കാരണമാണ്, അർജുനെ കാണുമ്പോൾ കൂടുതൽ ബഹുമാനം, അല്ലെ അർജുന അപ്പുറത്തിരിക്കുന്ന മിണ്ടാതിരി, ആ പരിപാടി ഒന്നുമില്ല. അവിടെ ഫുൾ ഓൺ അർജുന നല്ല പാട്ടൊക്കെ വെച്ച് അർജുൻ നല്ല പാട്ടൊക്കെ വെച്ച് ഭയങ്കര അർജുനയിൽ ഒരു ബ്യൂട്ടിഫുൾ ഒരു സ്പീക്കറൊക്കെ ഉണ്ട്. അപ്പം ഫുൾ പവർ ഓൺ പാട്ടൊക്കെ വെച്ച്, പിന്നെ ആ സമയത്തായിരുന്നു പ്രമേഹത്തിന്റെ പാട്ടൊക്കെ ഇറങ്ങിയ. അപ്പൊ ആ സമയത്ത് പാട്ടൊക്കെ വെച്ച് ഭയങ്കര ട്രിപ്പ്, ഭയങ്കര രസമായിരുന്നു. പിന്നെ ആരെങ്കിലും പാട്ടാണ് വിളിച്ച്? പിന്നെ ആരും വിളിച്ചില്ലടാ, സത്യമായിട്ടും വിളിച്ചില്ല. അതോടെ തീർന്നു പരിപാടി. നമുക്കൊരു ചെറിയ സെഗ്മെന്റിലേക്ക് പോകാം. പെട്ടെന്ന് ആൻസർ പറയണം കേട്ടോ. ഇറ്റ്സ് ലൈക്ക് ബെസ്റ്റ് ഓഫ് യു ആൻഡ് വേസ്റ്റ് ഓഫ് യു. ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കുറച്ച് നല്ല നല്ല മൂമെന്റ്സിനെ കുറിച്ചും കുറച്ച് മോശമായിട്ടുള്ള മൂമെന്റ്സ് ഞാൻ പറയാം. അപ്പൊ അത് എന്താണെന്ന് പറയണം. സിനിമയിൽ എത്തിയ ശേഷം സിനിമ പഠിപ്പിച്ച ഒരു വലിയ പാഠം എന്താണ്? അവനവന്റെ കാര്യം മാത്രം നോക്കുക, വേറെ ആരുടെ കാര്യത്തിൽ ഇടപെടരുത്. സൂപ്പർ. വൃത്തിക്ക് ചെയ്യാൻ പഠിപ്പിച്ച് പടം. പെട്ടെന്ന് ജീവിതത്തിൽ പഠിച്ച ജീവിതത്തിൽ പഠിച്ചാണ്. സിനിമ നമുക്കറിയാവുന്ന പണി സിനിമയാണെന്ന് തിരിച്ചറിഞ്ഞു. ഓക്കെ. ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഒരു റൂമർ സത്യമായിരിക്കണമേ എന്ന് വിചാരിക്കുന്നത് എന്താണ്? കേട്ടിട്ടുള്ള റൂമർ ദൈവമേ അത് സത്യമായിരിക്കണമേ എന്ന് വിചാരിക്കുന്ന ഒരു സാധനം. ഞാനൊരു നല്ല നടിയാണെന്ന്. ചേച്ചി അടിപൊളിയല്ലേ? അതാ റൂമറാണ്, സത്യം അവിടെ ഞാൻ ആഗ്രഹിക്കുന്നു. ചേച്ചി അടിപൊളിയാണ്. അല്ല, റൂമറായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു പ്രാവശ്യം ലിജി ജോസ് പല്ലിശ്ശേരിയുടെ പടത്തിൽ നായകനാണെന്നുള്ളൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതാവണം, അതാണ് സത്യമാവണമേ. പറഞ്ഞാരെങ്കിലും വെച്ച് പ്ലാൻ ചെയ്തു. എന്താണ് വാ അൻവിടു. ഹലോ ഹലോ. കണ്ണൊക്കെ നിറഞ്ഞ് കുറച്ച് വിഷമത്തിലാണല്ലോ. വാ. എവിടെയായിരുന്നു? സ്കൂളിൽ പോയി. ബലൂൺ വേണോ? അൻപോട് കൺമണി. ബലൂൺ കിട്ടിയല്ലോ. ബൈ. നീ ബലൂണിന് വേണ്ടി വന്നാണോ അല്ലേ അൻവി? ഇന്റർവ്യൂലെ ക്യാമിയോ. ബാ ബാ ബാ.
ജീവിതത്തിൽ കേട്ടിട്ടുള്ള rumor സത്യമായിരിക്കണമേ എന്ന് വിചാരിച്ചു. എൻ്റെ ഏതോ പടം 50 കോടി ക്ലബ് കയറി. അത് കേറും അടുത്ത്. ആയിക്കോട്ടെ. ഞണ്ടുകൾ 50 അല്ലായിരുന്നു. അല്ല, അഭിനയിക്കണ പടം. ഇത് സിനിമയാണ് എന്റെ പരിപാടി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ദിവസം. ഇതിപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സിനിമയാണ് എന്റെ പരിപാടി തിരിച്ചറിഞ്ഞു. തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കുറെ ദിവസം ഓക്കെ, ദിവസം ഒന്നും ഓർമ്മയില്ല. ഓക്കെ. പരസ്പരം നിങ്ങൾ തമ്മിൽ കാണുന്ന ബെസ്റ്റ് ക്വാളിറ്റി എന്താണ്? അർജുൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം, അർജുൻ ഭയങ്കര കമ്പാഷൻ ഉള്ള ഒരാളാണ്. ചുറ്റുമുള്ളവരെ മുഴുവൻ ശ്രദ്ധിക്കും. ഇപ്പോ ഒരു ചെറിയ ഒരു ഏതെങ്കിലും സെറ്റിൽ ആരെങ്കിലും ഒരാൾ വിഷമിച്ചിരിക്കുകയോ ഒരാൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വേറെ ആൾക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയോ ചെയ്താൽ അർജുൻ അതിന് പരിഹാരം കണ്ടിരിക്കും. അത് ഞാൻ ഭയങ്കരമായിട്ട് എന്നെ ഫീൽ ചെയ്യിച്ച ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിരുന്നു സിനിമയിൽ. അത് അർജുനിൽ ഞാൻ കണ്ടിരുന്നു. അൽത്താഫിനെ ഞാൻ ആ തരത്തിൽ പരിചയപ്പെട്ടില്ല. അൽത്താഫ് ഉള്ള ഭാഗത്തൊന്നും ഇങ്ങനെ പൊട്ടിച്ചിരികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ളതുകൊണ്ട് അത് ആണ് ബെസ്റ്റ് ക്വാളിറ്റി. എനിക്കൊന്ന് ചിരിപ്പിക്കാൻ കഴിയുന്ന ചെറിയ കാര്യമല്ല. പരസ്പരം നിങ്ങൾ എന്നെ അറിയത്തില്ലെന്ന് അവർക്ക് അങ്ങനെ പറയാൻ. തമ്മിൽ നിങ്ങൾ തമ്മിൽ പൊളിയാണ്. ചളിയൊക്കെ അടിച്ച ആളെങ്ങടെയൊക്കെ ഇരിക്കും ഹാപ്പി ആയിട്ട്. ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് നമ്മളെല്ലാരും ഒരുമിച്ചുള്ളപ്പോ. നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഒളിച്ചോട്ടം. ഞാനല്ല, ഫ്രണ്ടിന് വേണ്ടി ഭാര്യനെ പൊക്കി കൊണ്ടുവന്നു. വേറെ ആഴല്ല, പുള്ളിയുടെ ഭാര്യ. ഇപ്പൊ അവര് ഹാപ്പി ആയിട്ട് 2 പിള്ളേരുടെ അച്ഛനമ്മയൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട്. അതുകൂടെ ഞാനും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെയും എന്ന് വെച്ചാൽ അവരുടെ പിള്ളേരുടെ കല്യാണം വീട്ടിൽ വെച്ച് നടത്തിയത്. അതങ്ങനെ കുറെ പരിപാടികളുണ്ട്. ഫ്രണ്ട്സിന് വേണ്ടി എന്തും ചെയ്യുമല്ലോ, ഫ്രണ്ട്സിന് വേണ്ടി എന്തും ചെയ്യും. അത് അഡ്വഞ്ചർ എന്നുള്ള പരിപാടിയൊന്നുമില്ല. അവരെന്ത് പറയുന്ന ഫ്രണ്ട്സാണ് ജീവിതം. പിന്നെ ചിന്തിക്കുമ്പോൾ പിന്നെ ആ സമയത്ത് അഡ്വഞ്ചർ അല്ല, അത് പരിപാടി നടത്തുന്നതിന് എന്ത് സംഭവിച്ചാലും കൂടെ വയ്ക്കാന്നുള്ളൂ. അഡ്വഞ്ചർ എന്നുള്ള ഇതിൽ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. യൂഷ്വലി നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ വിളിക്കും, അവർക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കും. അല്ലാതെ മറ്റേ തട്ടിക്കൊണ്ടുപോയി അങ്ങനത്തെ അഡ്വഞ്ചർ പരിപാടിയൊന്നും. ഇനി വേഴ്സ്റ്റ് കാര്യങ്ങളിലേക്ക് പോകാം. നിങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും വേഴ്സ്റ്റ് ക്രിറ്റിസിസം എന്താണ്? ക്രിറ്റിസിസം നമുക്കല്ലേ വേഴ്സ്റ്റ് ആയിട്ട് തോന്നുന്നു, അവർക്ക് സത്യമല്ലേ, വേറൊരാൾക്ക് അനുഭവപ്പെടുന്നതല്ലേ നമ്മളെ കുറിച്ച്. അപ്പൊ നമ്മൾ വേഴ്സ്റ്റ് ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ എന്നെ കുറിച്ച് പറയുന്നത് എന്നെ ഒരിടത്തും കൂട്ടാൻ കൊള്ളൂലേ, ഭയങ്കര വഴക്കാളിയാണ്, ഭയങ്കര പ്രശ്നക്കാരിയാണെന്നാണ് പൊതുവെ പറയാറ്. അല്ല, അത് വേഴ്സ്റ്റ് അല്ല, അത് അവരുടെ അനുഭവമായിരിക്കും. അതിൽ സത്യം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു പ്രശ്നം തോന്നിയാൽ അത് പറയാതിരിക്കത്തില്ല. അങ്ങനെ വേഴ്സായിട്ടൊന്നുമില്ല. മറ്റേ നമ്മൾ അഭിനയത്തിനെ പറ്റിയ കാര്യങ്ങളൊക്കെ മറ്റേ കമന്റ് ചെയ്യുന്നല്ലാതെ അല്ലാതെ വേഴ്സായിട്ടൊന്നും. ജീവിതത്തിൽ പാളിപ്പോയ ഭീകര കുക്കിംഗ് എക്സ്പെരിമെന്റുകൾ ഉണ്ട്. പ്രോൺസ് ബിരിയാണി ആയിരിക്കും. പ്രോൺസിന്റെ വേവും പ്രോൺസ് ആദ്യം അതിന്റെ ഭയങ്കര പ്രശ്നമാണ്, ഇപ്പോഴും ട്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരു. ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും മോശം കള്ളം അമ്മ പെട്ടെന്ന് പിടിച്ചതാണ്? അയ്യോ, അതൊക്കെ എങ്ങനെയാണ് ഇവിടെ പറയണേ? പണ്ട് എന്റെ ആ സീനാണ്, അതൊന്നും പറയാൻ പറ്റില്ല ഇന്റർവ്യൂലൂടെ. അമ്മ പിടിച്ചതോ? ടീച്ചർ പിടിച്ചതുണ്ട്. പ്രോഗ്രസ് റിപ്പോർട്ടിൽ അമ്മയുടെ ഒപ്പിട്ട് കൊടുത്തത് കൊച്ചിലെ കേട്ടോ, ചെറിയ ക്ലാസ്സിൽ. ഓക്കെ, ഒരു കാലത്ത് സംഭവിച്ചെന്ന് തോന്നിയ മോശം കാര്യം പിന്നീട് നന്നായിട്ട് വന്നിട്ടുണ്ടോ? സത്യം പറഞ്ഞ ഇത് ഭയങ്കര ക്വിസ് കോമ്പറ്റീഷൻ ആയിപ്പോ. ഇത് പേടിയാവുന്നു. പെട്ടെന്ന് ആൻസർ ആണ്. ഫണ്ണായിട്ട് പറയാൻ എന്തായിരുന്നു പറയാ? ഒരു കാലത്ത് സംഭവിച്ചെന്ന് തോന്നിയ മോശം കാര്യം പിന്നീട് നന്നായിട്ട് വന്നിട്ടുണ്ടോ? ആദ്യം പിന്നെ ടൈമിൽ അഭിനയിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് അയ്യോ സിനിമ അഭിനയം പാളിപ്പോയ പരിപാടിയാണെന്നാണ്. പക്ഷെ പിന്നീട് അത് റിയൽ. അപ്പോൾ ഷാജി സാർ എന്നോട് പറഞ്ഞില്ല നിങ്ങൾ സിനിമ അഭിനയിക്കും നോക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് സാറിന് നെക്സ്റ്റ് ഫിലിം ഒന്നും വിളിച്ചപ്പോൾ ഞാൻ പോയൊന്നുമില്ലേ, പരിപാടി എനിക്ക് വർക്കിംഗ് അല്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് 2009 തൊട്ട് ഞാൻ ഈ മേഖലയിൽ തന്നെ ഇത്രയും വർഷമായിട്ട് നിൽക്കും. അങ്ങനെയൊന്നും ആയിട്ടില്ല. പാളി തന്നെ ആയിട്ടുള്ള നന്നായിട്ടൊന്നുമില്ല. ബിഫോർ യു കൺക്ലൂഡ്, എന്തായി ഓടുംകുതിരയുടെ ഒരു ഷെഡ്യൂൾ കൂടി ഉണ്ട്, ഡിസംബർ 8 തുടങ്ങും. എന്താ ജോണറിന്റെ ഒക്കെ റിവീൽ ചെയ്യാൻ പറ്റുന്നത്? ഒന്നും ഇപ്പൊന്നും റിവീൽ ചെയ്യാനില്ല. ഓക്കെ, അൻപോട് കൺമണി ഉടൻ തന്നെ തിയേറ്ററിലേക്ക് എത്താണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെ കരിയർ റിലീസ് സിനിമ വലിയൊരു മത്സരം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.